ഇന്ധന വില വർധന 3 ദിവസത്തിനകം 5 രൂപ വരെ കൂട്ടാൻ സാധ്യത. ഉപയോഗം കുറയ്ക്കാൻ പൗരന്മാരുടെ പിന്തുണ ആവർത്തിച്ചാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവില്ല. അടുത്തയാഴ്ചത്തെ ഇറാൻ-US ചർച്ച അനിശ്ചിതത്വത്തിൽ. ഇറാനു നേരെ കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന് മുന്നറിയിപ്പ്. US നിർദ്ദേശങ്ങളോട് ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തം. മുഖ്യമന്ത്രി ചർച്ചകൾ ഇന്നും തുടരും. മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഡൽഹിയിൽ. മുതിർന്ന നേതാക്കളെയും വിളിപ്പിച്ചു. പ്രഖ്യാപനം 2 ദിവസത്തിനകം. പ്രഖ്യാപനം വൈകുന്നതിൽ സമസ്തയുടെ വിമർശനം. ജനവിധി അപഹസിക്കരുതെന്ന് സമസ്ത. 3 ദിവസത്തെ CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ തീരുമാനമുണ്ടാകും. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വഴികൾ തേടും. ഉപനേതാവെന്ന CPIയുടെ ആവശ്യവും ചർച്ചയ്ക്ക്. TVK സർക്കാരിന് നിയമസഭയിൽ ഇന്ന് നിർണായക ദിനം. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. JCD പ്രഭാകർ TVK സ്ഥാനാർത്ഥി. M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറാകും. തമിഴ്നാട്ടിൽ 717 മദ്യശാലകൾക്ക് പൂട്ടുവീഴുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും അടുത്ത് പ്രവർത്തിക്കുന്ന മദ്യശാലകൾ പൂട്ടാൻ നിർദ്ദേശം. നടപടി മുഖ്യമന്ത്രി വിജയുടെ നിർദ്ദേശപ്രകാരം. അസമിൽ ഇന്ന് സത്യപ്രതിജ്ഞ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ 19-അംഗ മന്ത്രിസഭ അധികാരമേൽക്കും. ഗുവാഹത്തിയിലെ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലെ ചടങ്ങിൽ പ്രമുഖരെത്തും. പ്രധാനമന്ത്രി ലോക പര്യടനത്തിന് വെള്ളിയാഴ്ച UAE-യിലേക്ക്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനം 20 വരെ. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കാറ്റിനെയും കരുതണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മഴയ്ക്ക് കാരണം ലക്ഷദ്വീപിന് മുകളിലുള്ള ചക്രവാത ചുഴി. കടലാക്രമണത്തിനും സാധ്യത. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം.